ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2026 വരുന്ന വ്യാഴ സംക്രമത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം വേദ ജ്യോതിഷത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഗ്രഹങ്ങളിലൊന്നാണ്. വ്യാഴം ഏറ്റവും ശുഭകരമായ ഗ്രഹമായിട്ടാണ് അറിയപ്പെടുന്നത്. വ്യാഴദൃഷ്ടി പതിക്കുന്നത് ഏറ്റവും പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത്. വ്യാഴദൃഷ്ടി പതിക്കുന്ന രാശികൾ വളരെയധികം സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും. അത് സന്തോഷവും സമ്പത്തുമൊക്കെ വർദ്ധിപ്പിക്കും. പിന്നെ വ്യാഴം സന്താനം, ദൈവാനുഗ്രഹം, സമ്പത്ത്, അറിവ് എന്നിവയുടെയൊക്കെ കാരകഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വർഷം വ്യാഴസംക്രമണം 2026 ജൂൺ 2 രാവിലെ 6:30 മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കപ്പെടും. ചന്ദ്രക്ഷേത്രമായ കർക്കിടകൻ രാശിയിൽ വ്യാഴം പ്രവേശിക്കുമ്പോൾ തന്നെ വ്യാഴത്തിൻ്റെ സ്വാധീനം പെട്ടെന്ന് വർദ്ധിക്കും. അതിനുള്ള പ്രധാന കാരണം കർക്കിടകം ഒരു ശുഭഗ്രഹത്തിൻ്റെ രാശി ആയതുകൊണ്ടും പിന്നെ വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആയതുകൊണ്ടുമാണ്. വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തൻ്റെ ഉച്ചഫലങ്ങൾ നൽകാൻ തുടങ്ങുന്നു. 2026 വ്യാഴസംക്രമം വളരെ പ്രധാനപ്പെട്ട ഫലങ്ങൾ നൽകുന്ന ഒരു സംക്രമണമായിരിക്കും. അത് നിങ്ങളുടെ രാശിയിൽ എങ്ങനെയുള്ള ഫലമാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. കന്നിക്കൂറിൽ വരുന്ന ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിരയുടെ 1, 2 പാദം ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് 4-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമായ വ്യാഴം കർമ്മഭാവമായ 10-ാം ഭാവത്തിൽ നിന്ന് ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത്. 10-ാം ഭാവത്തിൽ നിന്നും വ്യാഴം കന്നിരാശിയുടെ 3, 5, 7 ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. 2026 ജൂൺ 2 മുതൽ വ്യാഴം അനുഗ്രഹം ചൊരിഞ്ഞ് സർവാഭിഷ്ടസ്ഥാനമായ 11-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുക. ഈ രാശിക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു സമയക്കാലമാണ്. ഇതുവരെ എല്ലാ പ്രശ്നങ്ങളും ഇതുവരെ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നുവോ ആ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമൊക്കെ കാണാനാകും. പിന്നെ സഹോദരങ്ങളിൽ നിന്നൊക്കെ സഹായം പ്രതീക്ഷിക്കാം. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനുമാകും. ആശയവിനിമയ കാര്യങ്ങളിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. മാധ്യമരംഗത്തും മാർക്കറ്റിംഗ് രംഗത്തും അധ്യാപന രംഗത്തും അഭിഭാഷക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തിളങ്ങി നിൽക്കാനൊക്കെ ആകും. പഴയ വീട് പുതുക്കി പണിയാനൊക്കെ സാധിക്കും. പുതിയ വീട് പണിയാനോ വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധിച്ചു കിട്ടും. അതേപോലെ തന്നെ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. പിന്നെ വീട്, വാഹനം തുടങ്ങിയവ ക്രയവിക്രയം ഒക്കെ ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കും. വസ്തു സ്വന്തം പേരിൽ ആകുന്നതിനും വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. അമ്മ വഴിയുള്ള ബന്ധുക്കളിൽ നിന്നും സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. വിവാഹാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ നല്ല ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്നതിനും മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുമൊക്കെ ഇടയാകും. പിന്നെ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ബന്ധം സന്തോഷകരമായിരിക്കും. ഇതുവരെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നവർക്ക് അവയെല്ലാം വിട്ടുമാറി യോജിച്ച് മുന്നോട്ട് പോകാനാകും. പ്രണയബന്ധം ശക്തി പ്രാപിക്കും. അതായത് പ്രണയം വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരാനുമാകും. ദൂരദേശ യാത്രകൾ വേണ്ടതായിട്ട് വരുന്നതാണ്. പ്രത്യേകിച്ച് വിദേശയാത്രയും തരപ്പെടുന്നതാണ്. ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോകുന്നവർക്ക് അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകും. പലവിധ ലാഭവർദ്ധനവുകളും പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ പുതിയ പുതിയ പദ്ധതികളും ആവിഷ്കരിക്കാനാകും. ഊഹക്കച്ചവടത്തിൽ ജയിക്കാൻ കഴിയും. എല്ലാ കാര്യങ്ങളിലും നേട്ടങ്ങളും ലാഭവുമൊക്കെ ഉണ്ടാകും.
അലങ്കാര വസ്തുക്കൾ ലഭിക്കുന്നതിനും ധനധാന്യ വസ്ത്ര ആഭരണാദികളുടെ ലാഭവും നാൽക്കാലി ലാഭം എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത് വഴി സന്തോഷിക്കാൻ ഇടവരും. പിന്നെ സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിനും വിവാഹം നടക്കുന്നതിനും ഒക്കെ ഇടയാകും. 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് കണ്ടകശനി കാലമാണ്. വ്യാഴം 11-ാം ഭാവത്തിലേക്ക് സംഗമിക്കപ്പെടുമ്പോൾ ശനിയുടെ കണ്ടകശനി ദോഷം ഒട്ടും ബാധിക്കുകയില്ല. മനസ്സിന് വല്ലാത്ത സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്ന കാലഘട്ടം തന്നെയാണ്. ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ വളരെ അനുകൂലമായ സമയമാണ്. ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വലിയ ശമനം തന്നെ ഉണ്ടാകും. ആത്മീയപരമായ കാര്യങ്ങളിൽ വലിയ താല്പര്യം ഉണ്ടാകും. ദൈവിക പണികളും ആത്മീയപരമായ കാര്യങ്ങളുമൊക്കെ ഏറ്റെടുത്ത് വളരെയധികം ഉത്തരവാദിത്വത്തോടു കൂടിയൊക്കെ ചെയ്തു തീർക്കും. അതുവഴി ആത്മസംതൃപ്തിയും ഉണ്ടാവുകയും ചെയ്യും. നിഗൂഢ ശാസ്ത്രങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. കമ്മ്യൂണിക്കേഷൻ വഴി പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. ശത്രുക്കളെ ജയിക്കാനാകും. വഴക്ക് കോടതി വ്യവഹാരങ്ങളിലൊക്കെ വിജയിക്കാനാകും. കക്ഷി രാഷ്ട്രീയങ്ങളിലും സമൂഹ പ്രവർത്തനങ്ങളിലുമൊക്കെ ഉള്ളവർക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും പലവിധ നേട്ടങ്ങളും ഒക്കെയാണ് കാത്തിരിക്കുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ ഈ കന്നിക്കൂറുകാർക്ക് 12 വർഷത്തിലൊരിക്കൽ ലഭിക്കുന്ന കർക്കിടക വ്യാഴ സംക്രമണം വളരെയധികം ശുഭഫലങ്ങൾ നൽകി നല്ല ഒരു രാജയോഗം തന്നെ അനുഭവിപ്പിക്കാൻ ഇട നൽകും. ഈ കന്നിക്കൂറുകാർക്ക് 12 വർഷത്തിലൊരിക്കൽ ലഭിക്കുന്ന കർക്കിടക വ്യാഴ സംക്രമണം കൊണ്ട് വളരെയധികം ശുഭഫലങ്ങൾ നൽകി നല്ല ഒരു രാജയോഗം തന്നെ അനുഭവിക്കാൻ ഇട നൽകും. ഈ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയിലുള്ള വ്യാഴസ്ഥിതി ഗ്രഹങ്ങളുടെ ഭാവബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദോഷഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണോ നിൽക്കുന്നത് എന്ന് നോക്കണം. അത് മനസ്സിലാക്കി വ്യാഴത്തിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്യുക. ഓരോരുത്തരുടെയും ജാതകാടിസ്ഥാനത്തിൽ പ്രതിവിധികളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും പൊതുവായ പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് വ്യാഴാഴ്ച വ്രതമനുഷ്ഠിക്കുക, മഹാവിഷ്ണു പ്രീതി വരുത്തുക, മഹാവിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയാണെങ്കിൽ ജാതകവശാലുള്ള ചെറിയ തോതിലുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുകയും മുകളിൽ പറഞ്ഞ ശുഭഫലങ്ങൾ അനുഭവിക്കുവാനുമൊക്കെ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.